ഇത്രയും പ്രായമായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ അടക്കം എന്തുമാത്രം വളഞ്ഞ് ടാർഗറ്റ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയും യുക്തിയൊക്കെ ഇന്നിൻ്റെ കാലത്തെ യങ്ങായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്നെ പറ്റി പറഞ്ഞത് ഷാഫി പറമ്പിൽ ഇരിക്കുന്ന ഒരു സദസ്സിലാണെന്ന് കൂടെ പറഞ്ഞിട്ട് ആ ലെവലിൽ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തീരുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ. അതുപോലെ ഷാഫി പറമ്പിലിനെയും ലക്ഷ്യം വെച്ചില്ലേ എന്ന് ഒരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്നെ പറ്റി പറഞ്ഞത് ഷാഫി പറമ്പിൽ ഇരിക്കുന്ന ഒരു സദസ്സിലാണെന്ന് കൂടെ പറഞ്ഞിട്ട് ആ ലെവലിൽ വളഞ്ഞിട്ട് ആക്രമിച്ച ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫേസ്ബുക്ക് പ്രസ്താവനകളിലും. എങ്ങനെയെങ്കിലും ഷാഫിയിലോട്ടേക്ക് എത്തിക്കാം, അതൊരു പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ എന്തുമാത്രം എവിഡൻസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരും ഒരുപാട് കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. അത് ആ പറഞ്ഞവർ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്, ഇതൊക്കെ ആളുകൾ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പ്രസ്ഥാനത്തിനും ആ വ്യക്തികൾക്കും നന്നായിരിക്കും. തീർച്ചയായിട്ടും. സ്പീക്ക് വിത്ത് എവിഡൻസ്. അത് എവിഡൻസ് വെച്ച് സംസാരിക്കുക. അതേപോലെ തന്നെ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കുക. അവർ പറഞ്ഞ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്ത് കാര്യമാണ് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നത് എന്നുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ ശ്രദ്ധ തിരിക്കുക. ഈ സ്ത്രീത്വത്തെ വെച്ച് കളിക്കുന്ന രീതിയിൽ ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാരോടും നിങ്ങൾ ആ ശൈലിയൊക്കെ ഇനി മാറ്റേണ്ടിയിരിക്കുന്നു. കാലം വേറെയാണ്. പക്ഷെ ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ കാത്തിരിക്കുകയാണ്. അതായത് സ്ത്രീകൾ നിരന്തരമായിട്ട് യങ് ആയിട്ട് വരുന്ന നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വാട്സപ്പിലൂടെ മെസ്സേജുകൾ കൊടുത്ത് നേതാക്കളും കുറച്ച് ശ്രദ്ധിക്കുക. കാരണം നേതാക്കളോട് യങ്ങായിട്ട് വരുന്ന നേതാക്കളോടും പറയാനുള്ളത് അത് മാത്രമാണ്. നിങ്ങളും കുറച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരാൾക്ക് ഒരു ആൻസർ കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് സ്മൈലി ആണെങ്കിൽ പോലും ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടമാണെന്ന് നിങ്ങളും ചിന്തിക്കുക. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുക. നേതാക്കളും കൂടെ ശ്രദ്ധിക്കേണ്ട കാലത്താണ് അവർ ജീവിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒന്നും നശിച്ചു പോവാതിരിക്കും. ശരിക്കും ഹണി ട്രാപ്പ് പോലെ കൂടെയുള്ള, അതായത് നമ്മുടെ സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ ഇതിനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നുണ്ടെങ്കിലോ അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയും യുക്തിയൊക്കെ ഇന്നിൻ്റെ കാലത്തെ യങ്ങായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിലും കൂടെ ഫോക്കസ് ചെയ്യുക. കാരണം ഒരു പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു സെൽഫിയോ നിങ്ങൾ ചേർത്ത് പിടിച്ച ആളിൻ്റെ ഷോൾഡറോ നാളെ നിങ്ങൾക്ക് തന്നെ പിന്നെ അപമാനമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. ടെക്നോളജിയുടെ പലതരത്തിലുള്ള അതിപ്രസരണമായിരിക്കും അത്. സോ ബി കെയർഫുൾ ഇൻ ദാറ്റ്. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അതിപ്പോൾ എനിക്കിപ്പോൾ പറയാൻ എളുപ്പമാണ്. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രായമായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ അടക്കം എന്തുമാത്രം വളഞ്ഞ് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ കേരള സമൂഹത്തിൽ ഏറ്റവും പാവമായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻക്ക് സംഭവിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് സംഭവിക്കാൻ പറ്റും. അപ്പോൾ അത്രയും കരുതൽ നമ്മളെടുത്തുനിന്ന് വേണം എന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ വളരുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഇപ്പുറത്തുണ്ട്. സോ ജാഗ്രതയോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ. ഓക്കെ. ഇപ്പം 3 പുസ്തകങ്ങൾ ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിൽ എസ് കെ പൊറ്റക്കാട് പുരസ്കാരം കിട്ടി ഇന്ദുസാറിന്. ഇനി അടുത്ത് എന്താണ്? വീണ്ടും എഴുതാണല്ലോ. ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഡോറൊക്കെ തുറന്നു തന്ന ആ ഒരു ലേഡി, ഞാൻ അവരുടെ ഒരു നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ മലപ്പുറത്തിലെ പ്രവാസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ ആളുകൾ പ്രവാസ മണ്ണിൽ വന്നിട്ട് നമ്മളൊരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ തന്നെ മെജോറിറ്റി ഒരു വിദേശ നാണ്യം വന്നതൊക്കെ ഒരു പക്ഷേ മലപ്പുറം വഴിയാണെന്ന് ആ ഒരു മലബാർ സൈഡ്, മലപ്പുറം മാത്രമല്ല കണ്ണൂർ, കോഴിക്കോട് ഒക്കെ ആ ഒരു സൈഡിലോട്ടൊക്കെ വന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു വലിയ വികസനത്തിൻ്റെ വിദേശ നാണ്യം വന്നതെന്ന് നമുക്കറിയാം. ഞാനൊരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ, മുസ്ലിക്കോട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞപ്പോൾ
കണ്ട ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, അതായത് അവിടുത്തെ സ്ത്രീകൾ 300-350 വീടുകൾ, കൂര വീടുകൾ ഉണ്ടായിരുന്ന അവിടുത്തെ സ്ത്രീകൾ, ഒരു 300 സ്ത്രീകളും ഇന്നും വിദേശത്താണ്. എന്നിട്ട് ആ കൂര വീടുകളൊക്കെ മാറിയിട്ട് ടെറസിൻ്റെ വീടുകളും നല്ല സാമാന്യം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെ മാറിയ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കഥ. അത് വിദേശം കൊണ്ടാണ്. അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ല. അവിടുത്തെ സ്ത്രീകൾക്ക് ആകെ ഉള്ളത് മനക്കരുത്ത് മാത്രമാണ്. ആ മനക്കരുത്ത് അവർക്ക് ഉണ്ടാവാൻ കാരണം ആ നാട്ടിലെ പുരുഷന്മാര് കള്ളു കുടിക്കുന്നതും നിരുത്തരവാദിത്വപരമായിട്ട് കുടുംബത്തെ നോക്കിക്കണ്ടപ്പോൾ അതിൽ നിന്നൊരു രക്ഷപ്പെടലായിരുന്നു ആ സ്ത്രീകളുടെ പ്രവാസം. സോ അത്തരത്തിലുള്ള കുറേ സ്ത്രീകളുടെ കഥകൾ കേട്ടറിഞ്ഞപ്പോൾ അതിലൂടെ പോവാണ്. അതൊരു യാത്രയാണ്. കുറേ കഥകളുണ്ട്. അതൊരു ഒരു വ്യക്തിയിലൂടെ തുടങ്ങുന്ന ഒരു കഥ ഒരു ഗ്രാമത്തിലോട്ടേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. സൂൺ ഫിനിഷ് ചെയ്യണം. അപ്പം അത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലായിരിക്കും അത് ലോഞ്ച് ചെയ്യുന്നത്? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഞാനൊരു ഷാർജ ബുക്ക് ഫെയറിലൊരു ബുക്ക് ലോഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എഴുതുന്ന ഒരാളല്ല. കാരണം ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ എഴുത്തും അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ബുക്ക് ഫെയർ ടാർഗറ്റ് ചെയ്യുന്നില്ല. അത് എപ്പോൾ തീരുന്നു അപ്പം ഞാനത് എവിടെ നിന്നാണെങ്കിലും പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം ഈ പീരീഡിൽ നമുക്ക് കുറച്ച് നേരം തന്നതില്ല. വീണ്ടും ഒരുപാട് എഴുതപ്പെടട്ടെ, അവാർഡുകൾ വരട്ടെ, അംഗീകരിക്കപ്പെടട്ടെ. അവാർഡുകളൊന്നും ഇല്ലെങ്കിലും എഴുതാൻ പറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവാർഡുകളൊക്കെ ഓക്കെ, എന്താ പറയുക, ഒരു അംഗീകാരങ്ങൾ എപ്പോഴും പ്രചോദനങ്ങളാണ്. അതിൽ സന്തോഷമുണ്ട്. പക്ഷെ അവാർഡിന് വേണ്ടിയിട്ട് എഴുതണ്ട. താങ്ക് യു.